ഹലോ! നമ്മളിന്ന് ഈ ഒരു ടേബിൾ മാറ്റ് ഉണ്ടാക്കുന്ന ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി സ്റ്റെപ്സ് ആണുള്ളത് കേട്ടോ. വേഗം പോലെ നമുക്ക് വേണ്ടത് ഇതേപോലൊരു കോട്ടൺ യാണാണ്. ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. കോട്ടൺ ആണ് നമ്മൾ റഗ്സ് ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത്. പ്ലസ് അതിൻ്റെ ഹുക്ക് സൈസ് കൂടി നോക്കുക. എങ്ങനെ പോയാലും ഒരു 3.5 mm ഒക്കെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ റെക്കമെൻഡഡ് സൈസ് എന്ന് പറയുന്നത്. ഓൾറെഡി ബേസിക് സ്റ്റിച്ചസിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കാണാത്തവരാണെങ്കിൽ അതുകൂടി കണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാജിക് റിങ്ങിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. എന്നിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു ബാക്കി വീഡിയോസും സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഈ ഒരു മാജിക് റിങ്ങിൽ ചെയ്യാൻ പോകുന്നത് 6 സിംഗിൾ ക്രോഷയാണ് കേട്ടോ. സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നുകൂടെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് ഇതിനെ ഒന്ന് പുള്ള് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ അതിനെ ഈ 2 ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓക്കെ, ഒന്ന് നമ്മൾ അകത്തേക്ക് പോവുക, ഇതിനെ ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാകും. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടെ പുള്ള് ചെയ്ത് എടുക്കുക. അതാണ് ഒരു സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 6 എണ്ണം ഈ ഒരു മാജിക് റിങ്ങിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. 6 സിംഗിൾ ക്രോഷേ നമ്മൾ ഇതിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാജിക് റിങ്ങിൻ്റെ ഈ ഒരു ത്രെഡ് പിടിച്ചൊന്ന് പതുക്കെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സർക്കിൾ ക്ലോസ് ആവും. കണ്ടോ, ഇതുപോലെ നമുക്കൊരു ചെറിയ സർക്കിൾ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു സ്ലിറ്റ് സ്റ്റിച്ച് വെച്ച് ഈ ഒരു സർക്കിൾ ക്ലോസ് ചെയ്യണം കേട്ടോ. സ്ലിറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തേക്ക് പോയി ഒരു പുള്ളി ഇതിങ്ങ് കൊണ്ടുവരുന്നതിന് ഇനി ഇതിൻ്റെ മേലെ കൂടെ എടുക്കാൻ പാടില്ല. നമ്മൾ പകരം ഇതിങ്ങനെയാണ് സ്ലിറ്റ് സ്റ്റിച്ച് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു 6 സിംഗിൾ ക്രോഷയിലും സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മളൊരു ചെയിൻ ഇടുകയാണ് കേട്ടോ. എല്ലാ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെയിൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1 2 ഇതുപോലെ എല്ലാ സ്റ്റിച്ചിലും 2 എണ്ണം വീതം ടോട്ടൽ നമുക്ക് 12 സിംഗിൾ ക്രോഷേ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടും. നമ്മൾ ചെയ്ത ഒന്നാമത്തെ സ്റ്റിച്ചിന് തന്നെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. നമുക്ക് ആ ഒരു സ്റ്റിച്ച് കൗണ്ട് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി അതുപോലെ 12 എണ്ണം ചെയ്യണം. ആ റൗണ്ടിൻ്റെ എൻഡിൽ നമ്മൾ 12 സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിൽ നമ്മൾ ചെയ്ത ലാസ്റ്റത്തെ ഒരു സിംഗിൾ ചെയിൻ ഇവിടെ കിടക്കുന്നതാണ്. നമ്മൾ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കർ ഇരുന്ന സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇതിങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് ഇവിടെ ഇത് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേയും രണ്ടാമത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് അങ്ങനെ വീതമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇൻക്രീസ് എന്ന് വെച്ചാൽ 2 സ്റ്റിച്ച് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം. 1 2. ഇനി നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസ്, സിംഗിൾ ക്രോഷേ, ഇൻക്രീസ്. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് ടോട്ടൽ 18 സ്റ്റിച്ചസ് 18 സ്റ്റിച്ച് നമുക്ക് ഈ ഒരു ടോട്ടൽ മൂന്നാമത്തെ റൗണ്ടിൽ കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ ഇരുന്ന ആ ഒരു സ്റ്റിച്ചിലേക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഒരു ചെയിൻ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് വെക്കുക. അത് സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചെയ്തതിൻ്റെ ഏകദേശം സാമ്യമുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തില്ലേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ തന്നെ ചെയ്യുക, പിന്നെ ഒരു ഇൻക്രീസ് ചെയ്യുക. നേരത്തെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വെച്ചാണ് ചെയ്ത് പോയതെങ്കിൽ ഈ റൗണ്ട് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റിച്ചിലൂടെ ഇപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യണം, കാരണം നമ്മൾ ഓൾറെഡി ഇതിലൊരെണ്ണം ചെയ്തതാണ്. 2 സിംഗിൾ ക്രോഷേ നമ്മളിവിടെ ചെയ്തു. അടുത്ത സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്.
ഇനി അടുത്ത 2 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യും. അതിൻ്റെ അടുത്തതിൽ ഒരു ഇൻക്രീസ്. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു റൗണ്ടിൽ 24 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ ഇരുന്ന സ്റ്റിച്ചിലേക്ക് ഇത് നമ്മൾ ഇതിന് നടുക്ക് കാണുന്ന ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ട ചെയിനാണ്, അത് നോക്കണ്ട. അതിനപ്പുറത്ത് സ്റ്റിച്ച് മാർക്കർ ഇരുന്ന ആ ഒരു ചെയിനകത്തേക്ക് നമ്മൾ ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ചെയിൻ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് ഞാൻ റിപ്പീറ്റ് പറയില്ല, നമുക്കിനി സെയിം പാറ്റേൺസ് റിപ്പീറ്റ് വരുന്നതുകൊണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. എല്ലാ റൗണ്ടിൻ്റെ എൻഡിലും ഒരു ചെയിൻ ചെയ്യണം. ആൻഡ് അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്ത് വെച്ച പാടെ ആ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ കൂടെ വെച്ച് മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ റൗണ്ട് 5 ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചെറിയ ഡിഫറൻസ്. 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് നമ്മൾ ഇതിന് മുന്നത്തെ 4ാമത്തെ റൗണ്ടിൽ ചെയ്തതെങ്കിൽ ഇതിൽ വരുമ്പോൾ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വെച്ചാണ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 30 സ്റ്റിച്ചസ് ആണ് നമുക്ക് ഈ റൗണ്ടിൻ്റെ എൻഡിൽ കിട്ടുക. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഒരെണ്ണം ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷേ, അടുത്തതും സിംഗിൾ ക്രോഷേ. അപ്പോൾ ടോട്ടൽ 3 സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻക്രീസ് ആണ്. 1 2. ഇതുപോലെ നമ്മൾ ഈ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലും നമ്മൾ സെയിം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മളിതങ്ങ് ക്ലോസ് ചെയ്യണം. പിന്നെയും ചെയിൻ ആൻഡ് സിംഗിൾ ക്രോഷേ. ഇനി ഇത് നിങ്ങൾ ഓർക്കണം, നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ റിപ്പീറ്റ് എല്ലാ റൗണ്ടിലും ചെയ്യുന്നത്. നെക്സ്റ്റ് റൗണ്ടിലും സെയിം തന്നെയാണ് വരുന്നത്. നമ്മൾ 3 സിംഗിൾ ക്രോഷേ ചെയ്തെടുത്ത് ഇനി 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെയാണ് നെക്സ്റ്റ് റൗണ്ടിൻ്റെ പാറ്റേൺ പോകുന്നത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന റൗണ്ടിൽ 5 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെ നമുക്ക് ഇത് എത്ര വലുപ്പത്തിൽ വേണോ അത്രയും വരെ നമ്മൾ സെയിം പാറ്റേൺ റിപ്പീറ്റ് ആണ് ചെയ്യുന്നത്. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. ഓൾറെഡി ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി 4 സിംഗിൾ ക്രോഷേ ആൻഡ് ഇൻക്രീസ്. 4 സിംഗിൾ ക്രോഷേ കഴിഞ്ഞ് ഇവിടെയാണ് നമുക്ക് അടുത്തൊരു ഇൻക്രീസ് വരുന്നത്. ഓക്കെ, ഈ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ്. ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്തതിൻ്റെ സെയിം റിപ്പീറ്റ് തന്നെ 5 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ഈ സെയിം പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുക. നമ്മളിനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് 5 സിംഗിൾ ക്രോഷേ ഇൻക്രീസിൻ്റെ പാറ്റേൺ ആണ്. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോളുക. അടുത്തത് വരുന്നത് 6 സിംഗിൾ ക്രോഷേ ഇൻക്രീസും, അത് കഴിഞ്ഞ് 7 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെ സെയിം തന്നെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റാക്കിൻ്റെ എൻഡിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ മാറ്റ് ഡെക്കോർ ഐറ്റം പോലെയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ പ്ലേറ്റ് വെക്കാനോ, ഇനി ഇതിൻ്റെ ചെറിയൊരു സൈസ് ആണെങ്കിൽ കപ്പ് കോസ്റ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫൈനൽ ലുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ DM ആയിട്ട് എനിക്കൊരു ഫോട്ടോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ. അപ്പോൾ ഇന്നെന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ.